നമസ്കാരം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകൾ അരങ്ങേറിയെന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയേൽക്കാൻ കാരണമായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. രാജ്യത്തുടനീളം നടന്നതായി പറയപ്പെടുന്ന വോട്ട് തട്ടിപ്പുകളുടെ പശ്ചാത്തലത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലവും അതിന്റെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടുകയാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ബിജെപിയുടെ ഇടപെടലുകൾ വഴി വോട്ട് അട്ടിമറിയും വോട്ട് കൊള്ളയും നടന്നുവെന്ന് ശക്തമായി ആരോപിച്ചിരുന്നു. എന്നാൽ ഭരണകക്ഷിയായ NDA ഈ ആരോപണങ്ങളെ തോൽവിയിൽ നിന്നുള്ള വെറും ജൽപ്പനങ്ങളായി ചിത്രീകരിച്ച് തള്ളിക്കളയുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ തുറന്നു കാട്ടുന്നതിനും അതിന്റെ നിഷ്പക്ഷത ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ട് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിലവിൽ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. നീതിന്യായ വ്യവസ്ഥയുടെ ഈ ഇടപെടൽ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വാസം പുനഃസ്ഥാപിക്കാൻ നിർണായകമാണ്. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഗുരുതരമായ അപാകതകളാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമതായി, തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതിനാൽ തന്നെ ഫലം റദ്ദാക്കണം എന്ന സുപ്രധാനമായ ആവശ്യമാണ് ഹർജിക്കാർ ഉന്നയിക്കുന്നത്. രണ്ടാമതായി, വോട്ടിംഗ് ശതമാന കണക്കുകളല്ലാതെ എത്ര പേർ വോട്ട് ചെയ്തു എന്നതിന്റെ കൃത്യമായ എണ്ണവും കണക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്ന ആരോപണവും ശ്രദ്ധേയമാണ്. ഈ ഒരു സുതാര്യതയിലായും അത് വോട്ടെണ്ണലിൽ ദുരൂഹതയുണ്ടാക്കുന്നുവെന്ന കാര്യം ഹർജിയിൽ പറയുന്നു. ഇതിന് പരിഹാരമായിട്ട് ഓരോ ബൂത്തിലെയും വോട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണം സംബന്ധിച്ച ഔദ്യോഗിക രേഖയായ ഫോം 20 പ്രസിദ്ധീകരിക്കാനായിട്ട് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. ക്രമക്കേടുകൾ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തടയണമെന്നുമുള്ള ആവശ്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നിഷ്പക്ഷതയിലുള്ള വിശ്വാസക്കുറവ് വ്യക്തമാക്കുന്നു. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ വലിയ കുറവ് ഒരു പ്രധാന രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയ വിദഗ്ധർ ഈ ഇടിവിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് SIR കാരണമെന്നാണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സാങ്കേതിക ഗ്രൂപ്പ് നടത്തിയ കണക്കുകൾ പ്രകാരം 2025 സെപ്റ്റംബറിൽ ബീഹാറിൽ ഏകദേശം 8.22 കോടി വോട്ടർമാർ ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ അന്തിമ വോട്ടർ പട്ടികയിലെ എണ്ണം 7.42 കോടി മാത്രമാണ്. ഇതാകട്ടെ 80 ലക്ഷത്തിലധികം വോട്ടർമാർ പട്ടികയിൽ നിന്ന് അപ്രതീക്ഷിതരായി എന്ന ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ് പുറത്തു കൊണ്ടുവരുന്നത്. ഇത്രയും വലിയൊരു വിഭാഗം വോട്ടർമാർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിന് പിന്നിൽ ഭരണപരമായിട്ടുള്ള ദുരുദ്ദേശപരമായിട്ടുള്ള കണക്കുകൂട്ടലുകൾ ഉണ്ടായേക്കാമെന്നും ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണായകമായി തന്നെ സ്വാധീനിച്ചു എന്നും പ്രതിപക്ഷം ശക്തമായ രീതിയിൽ ആരോപിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കോടിക്കണക്കിന് രൂപ വാരി വിതറാൻ BJP ഒരു മടിയും കാണിക്കാറില്ല എന്ന ആരോപണം രാജ്യത്തുടനീളം ഉയർന്നിട്ടുണ്ട്. മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് BJP നടത്തിയ വോട്ട് തട്ടിപ്പുകൾക്ക് തെളിവുകൾ ഉണ്ടെന്ന് പ്രതിപക്ഷം പറയുന്നു. ഈ തെളിവുകൾ സഹിതമാണ് രാഹുൽ ഗാന്ധി വിവിധ പത്രസമ്മേളനങ്ങളിൽ മോദിയുടെ കള്ളക്കളി പുറത്തുവിട്ടത്. ഒരു പ്രൊഫസറുടെ വൈദഗ്ധ്യത്തോടെ അക്കമിട്ട കാര്യങ്ങൾ നിരത്തി, അതും ഒരു ബിഗ് സ്ക്രീനിൽ കൃത്യമായിട്ടുള്ള ഡാറ്റകൾ ഉപയോഗിച്ചാണ് അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചത്. രാജ്യത്തിന്റെ ജനാധിപത്യ അടിത്തറയെ തന്നെ തുരങ്കം വയ്ക്കുന്ന ഈ ഭീമമായ സത്യങ്ങൾ പുറത്തു വന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരക്ഷരം പോലും ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ മൗനം ഇന്ത്യൻ ജനതയുടെ ഭയം ഇരട്ടിപ്പിക്കുകയാണ്. കാരണം ഈ നിശബ്ദതയിലും ഒരുതരം ചതിയുടെ മണം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടും. നിലവിലെ ഭരണകക്ഷിയായിട്ടുള്ള BJP പകയോടുകൂടി കാണുന്ന ജനവിഭാഗമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്ന ആരോപണവും ഇപ്പോൾ അതീവ ഗൗരവകരമാണ്. ന്യൂനപക്ഷങ്ങളോട് അമർഷം പൂണ്ടുകൊണ്ടുള്ള നടപടികൾ BJP നടത്തുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങളുമുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങൾ തെരഞ്ഞുപിടിച്ചുകൊണ്ട് അവിടുത്തെ വോട്ടർ പട്ടികയിൽ നിന്നും ലക്ഷക്കണക്കിന് വരുന്ന പ്രത്യേക വിഭാഗത്തിന് വോട്ടർമാരെ നീക്കം ചെയ്തത് എന്നും ഹർജിക്കാർ പറയുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ കുറയ്ക്കുന്നതിലൂടെ ആ പ്രദേശങ്ങളിൽ പോലും ഇല്ലാത്ത തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ആളുകളെ തിരികെ കയറ്റി തങ്ങളുടെ വിജയം ഉറപ്പിക്കാനുള്ള തിരിമറികൾ BJP നടത്തിയതായാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഉന്നയിക്കുന്ന ചോദ്യം. ജനാധിപത്യ പ്രക്രിയയിൽ ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യമിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നത് അത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണെന്നതിനാൽ തന്നെ ഈ ആരോപണങ്ങൾ അടിയന്തരമായ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങളും കോടതികളുമാണ് രാജ്യത്തിന്റെ ആകെയുള്ള പ്രതീക്ഷയും ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ നിയമ സംവിധാനവുമാണ് പൗരന്മാർക്ക് ആശ്രയിക്കാനുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പ്. ഈ വിശ്വാസ്യതയിലാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കാനുള്ള ആവശ്യം ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയിരിക്കുന്നത്. മോദിയുടെ സംഘത്തിന്റെ കാൽക്കീഴിൽ ഇന്ത്യയുടെ മുഴുവൻ സംവിധാനങ്ങളും വന്നിട്ടില്ല എന്നതിന്റെ ഉദാഹരണമായി കോടതിയുടെ നിഷ്പക്ഷമായ ഇടപെടൽ കണക്കാക്കാൻ സാധിക്കും. സുപ്രീം കോടതിയുടെ അന്തിമ വിധി ബീഹാറിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ വഴിവെക്കുമോ അതോ നിലവിലെ ഫലം അത് അസാധുവാക്കി BJPയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് അവിടെ തടയിടുമോ എന്നുള്ളത് ഏറെ നിർണായകമായ ചോദ്യമാണ്. ഇപ്പോൾ സംഭവിച്ച ബീഹാർ ഫലം അത് യാഥാർത്ഥ്യമല്ലെന്ന് കോടതി കണ്ടെത്തിയാൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വൻ വഴിത്തിരിവിന് കാരണമായേക്കാം. നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമർപ്പിച്ച് രാജ്യത്തിന്റെ ജനാധിപത്യ ഭാവിയെ തന്നെ നിർണ്ണയിക്കാൻ സാധ്യതയുള്ള സുപ്രധാനമായ സുപ്രീം കോടതി വിധിക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം.